കനലടുപ്പിലുണ്ട്. അപ്പം ഞാൻ മോളോട് പറഞ്ഞ നമുക്ക് കനലൊക്കെ ഉണ്ടല്ലോ, അപ്പം നമുക്ക് 2 ഏത്തപ്പഴം ഇരിപ്പുള്ളൂ. അത് നമുക്ക് പരമ്പരാഗത രീതിയിൽ അടുപ്പിലെ കനലിലിട്ടൊന്ന് ചുട്ട് കളയാണം. അപ്പം അതിന് വേണ്ടി ഞങ്ങൾ പുറത്തേക്ക് മുറ്റത്തിന് പുറത്താണ് അടുപ്പ് കൂട്ടിയിരിക്കുന്നത്. അങ്ങോട്ട് പോവുകയാണ്. അപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് ഇൻട്രാ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇൻട്രാന്ന് വേണമെങ്കിൽ ഇൻട്രാന്ന് തോന്നാം, എന്ത് വേണമെങ്കിലും ഞാൻ എൻ്റെ എന്താ ചെയ്യണേന്നുള്ളതൊന്ന് പറഞ്ഞതാ കേട്ടോ. അപ്പം നമുക്ക് പോയി മുറ്റത്തിന് പുറത്ത് കൂട്ടിയിരിക്കുന്ന അടുപ്പിൻ്റെ അങ്ങോട്ട് പോയി ഇത് കനലിലിട്ട് വേവിക്കണം. നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇവിടെ കനലൊക്കെ റെഡിയായി കിടപ്പുണ്ട്. ഫുൾ സിങ്ങിലിരിക്കുവാണ് കനലിൽ. ഞാൻ അടുപ്പിലുണ്ടായിരുന്ന കനലുകളെല്ലാം ഒന്ന് വകഞ്ഞ് മാറ്റി. അതെന്തിനാന്ന് വെച്ചാൽ ഇതിങ്ങനെ വകഞ്ഞ് മാറ്റി വെച്ച് സ്വല്പം ചാരത്തിലാണ് ഇത് ജസ്റ്റ് ഒന്ന് ഇടുന്നത്. എന്നിട്ട് മീതയിട്ട് ഈ ചാരം, തീയുള്ള ചാരം മീതയിട്ട് കൂട്ടിയിടണം. 2 അങ്ങ് വെക്കാം. എങ്ങനെയാന്ന് കാണിച്ചു തരാം. ഇത് ചെറിയ തീയുള്ള ചാരമാണ് കേട്ടോ. ഈ ചാരം ഇതിലേക്കിട്ട് പൊതിയും. ഭയങ്കര ടേസ്റ്റ് അല്ലേ പഴം ചൂടണതാ. പിന്നെ ഓർക്കണില്ലേ, ചെറുപ്പത്തിലെ സ്കൂൾ വിട്ട് വരുമ്പോ അന്നൊക്കെ അടുപ്പിൽ തികത്തിക്കലുള്ള കാലഘട്ടങ്ങളാ ചുട്ട് വെച്ചിരിക്കും. ഇത് ശരിക്കും ചുട്ടത് ചെറിയ ചൂടോടുകൂടി കഴിക്കാനാണ് കേട്ടോ എനിക്കിഷ്ടം. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ ഈ വീട്ടിലൊക്കെ അന്നൊക്കെ അടുപ്പ് പരിപാടിയാണല്ലോ, അതിലിട്ട് ചുട്ടേച്ച് ഇങ്ങനെ ഞങ്ങൾ ചൂടോടുകൂടി കഴിക്കുമായിരുന്നു. നല്ല ഓർമ്മയാണ്. ചില വീടുകളിൽ ഇത് ചുടാൻ വേണ്ടി മാത്രമായിട്ട് മെറ്റലിൻ്റെ കുഴൽ പോലെയുള്ള ഈ പുട്ടു കണയില്ലേ, അതുപോലെ ഊറ്റിയിൽ വെക്കുന്ന കണ പോലത്തെ സാധനം ഉണ്ടാക്കും. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഏത്തപ്പഴം വെച്ചിട്ട് കനലിലിട്ട് ചുട്ടെടുക്കാം. ചില വീടുകളിൽ അങ്ങനെയുണ്ട്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാരമൊന്നും പറ്റൂല, വങ്ങിപ്പോവില്ല, കരിഞ്ഞു പോവില്ല. ആ ഫോമിൽ അകം വെന്ത് കിട്ടും. ഈ മെറ്റലാണ് പുറത്ത് ചൂടായി ചാരത്തിൽ കിടന്ന് ചൂടാവണേ. അപ്പം ആ ചൂട് കൊണ്ട് അത് വെന്ത് കിട്ടും. അങ്ങനെ അപ്പം നമുക്ക് ഇനി ഇതൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. ഒരുപാട് തീ ഇല്ലാത്തത് കൊണ്ട് പതുക്കെ കരിയാതെ വേവുമായിരിക്കും. നമുക്ക് ഏതായാലും നോക്കാം എങ്ങനെയാന്ന്. ചെറു കനലിലാണ് ഇത് ഇടേണ്ടത് കേട്ടോ. ഇപ്പൊ അതവിടെ കിടന്ന് വെന്തോളൂ. ഇനിയിപ്പോ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, ഇടയ്ക്ക് വന്ന് നോക്കിയാൽ മതി. കിടന്ന് വേവട്ടെ. നമ്മുടെ പഴം ചുട്ടത് ഇപ്പൊ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം. അതെ, ഇടയ്ക്കിടയ്ക്ക് ഇത് നമ്മളിങ്ങനെ ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇത് കത്തിപ്പോകും. കനലിന്റെ ചൂടൊക്കെ നമ്മുടെ ഇവിടെ ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം തീ ഇല്ലാതിരുന്നത് കൊണ്ട് കറക്റ്റ് ആയിരുന്നു. ഇതിന്റെ കനല് തീ അധികം ഒരുപാട് തീയിലിടരുത്. ഇതൊരു ഹാഫ് ആൻ അവർ ഇപ്പൊ കിടന്നിട്ടുണ്ട് നമ്മുടെ ഇത്. അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഫുൾ കനലിലേക്ക് അത് ഇടരുത്. 2 നമ്മൾ ഇട്ടിരുന്നത്. ചൂടൊക്കെ ചെറിയ ചൂടുണ്ട് കൂട്ടോ. അങ്ങനെ പിടിക്കാൻ പറ്റില്ല, ചെറിയ ചൂടുണ്ട്. ഒരെണ്ണം ഞാനിങ്ങനെ എടുത്തു കൂട്ടാ. ജസ്റ്റ് പ്ലേറ്റിലേക്ക് വെക്കാം നമുക്ക്. പ്ലേറ്റ് വെച്ചിട്ട് ഞാനൊരു വാഴയില വെച്ചിട്ടുണ്ട് അതിന്റെ മീതെ. അതിലേക്ക് ജസ്റ്റ് വെക്കാം. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, നമുക്ക് നോക്കാം. ചെറിയ പുക ഇതൊക്കെ വന്നുണ്ട് ഇതിൽ കനലിന്റെ. ഫുൾ തീയിലിട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് കത്തിപ്പോ, വേവോ ഇല്ല. ഞെട്ടുള്ളത് കൊണ്ട് ഞെട്ടയിൽ പിടിച്ചെടുക്കാം. ഞാൻ അതുകൊണ്ട് ഞെട്ട് കളയാതെ ഇട്ട. പിന്നെ ഞെട്ട് കളയാതെ ഇട്ട 2 ഗുണമുണ്ട്. ഒന്ന് ഞെട്ടയിൽ പിടിച്ചെടുക്കാം, 2 ഇതിന്റെ അകത്തേക്ക് ഞെട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ ചാരം കയറും തുണ്ടിന്റെ ഇടയ്ക്കോടെ. ഇതാകുമ്പോ ചാരവും കയറൂല. ഞാൻ പ്ലേറ്റിലേക്ക് വെക്കട്ടെ. ചെറു ചൂടുണ്ട് കേട്ടോ, ചെറു ചൂടേ ഉള്ളൂ. തീ ഇങ്ങനെ പാകം തീ ആയതുകൊണ്ട് നമ്മൾ എന്താണ് ഈ കാണുന്നതെന്ന് നോക്കി. അതെന്താണെന്ന് എല്ലാവർക്കും അറിയാം. അടിപൊളി. നമ്മൾ അടുപ്പിലിട്ടിരുന്ന ഏത്തപ്പഴം നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയില് നമ്മള് കനലിൽ ചുട്ടെടുത്ത ഏത്തപ്പഴം. സാധാരണ പണ്ട് എല്ലാരും ചെയ്യുന്നതാണ്. ഇപ്പൊ മൈക്രോവേവിലൊക്കെ ഇത് ചുട്ടെടുക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ ഇപ്പോഴും പ്രേക്ഷകരോട് പറയാം, നമ്മള് അടുപ്പിൽ ചുടുന്നതിന്റെ ടേസ്റ്റ് ഒരിക്കലും കിട്ടില്ല വേറെ എന്തെങ്കിലും ചെയ്താലും. അപ്പൊ നമുക്ക് ഇത് ഇനിയിപ്പോ നമ്മുടെ അകത്തേക്ക് കൊണ്ടുപോകാം. നമ്മള് പുറത്ത് അടുപ്പ് കൂട്ടിയത് കൊണ്ട് അതിൽ ചെയ്തതാ അല്ലേ. എടുക്കട്ടെ? എടുത്തോ. അപ്പൊ നമ്മുടെ എല്ലാം ഓൾ സെറ്റായി. ഇനിയിപ്പോ കഴിച്ചാ മാത്രം മതി. ഇത് ഇനിയിപ്പോ ചെറു ചൂടിന് കഴിക്കുന്ന ടേസ്റ്റ്. അതെ, ഞങ്ങള് ഇതിപ്പോ കനല് ചെറിയ ചാരവും കുറച്ച് തീയുമായിട്ടുള്ള കനലിൽ ഇത് കഷ്ടി 1/2 മണിക്കൂർ ഇട്ടോളൂ. ഇതിപ്പം തീയുടെ അനുസരിച്ചും പഴത്തിന്റെ പഴുപ്പനുസരിച്ചും സമയവ്യത്യാസങ്ങളുണ്ടാവും. നന്നായിട്ട് പഴുത്ത പഴമാണെങ്കിൽ ഒരു 10-20 മിനിറ്റും കൊണ്ടാകും. ഇത് ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ കട്ടപ്പ് പോലെയുള്ള കനലൊന്ന് ശമിച്ചു കഴിഞ്ഞിട്ടാ കനലിലേക്ക് ഇട്ടേ. അല്ലെങ്കിൽ എന്നാന്ന് വെച്ചാൽ കത്തിപ്പോ. ഞാൻ നേരത്തെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ വേറെ ഇങ്ങനെ കുഴല് പോലെയുള്ള മെറ്റലിന്റെ
ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് പഴയ ചില വീടുകളിലൊക്കെ ഉണ്ട്. അതിനകത്ത് ഈ പഴം വെച്ചിട്ട് അടുപ്പിലിട്ട് ചുടണവരുണ്ട്. അപ്പോൾ പഴത്തിന് യാതൊരു ഇതും വരില്ല, മെറ്റൽ ചൂടായി ഇത് ചുട്ടിരിക്കും. അങ്ങനെ അപ്പം നമ്മളിപ്പോൾ സാധാരണ അടുപ്പിൽ തന്നെ കനലിൽ തൊലിയോടുകൂടി അടുപ്പിലിട്ട് ചുട്ടെടുത്തതാണ്. ഇത് വളരെ ടേസ്റ്റിയാണ്, പറയാതിരിക്കാൻ ഒട്ടും പറ്റില്ല കേട്ടോ അതിനെപ്പറ്റി. ഇനി വീഡിയോ കാണിച്ച് ഇത് കാണിച്ച് നിങ്ങളെ കൊതിപ്പിക്കാം. അപ്പോൾ അത് പ്രത്യേകിച്ച് അന്നേരം മനസ്സിലാവും. ഇനി നമ്മൾ ചുട്ടെടുത്ത പഴം ഏത്തപ്പഴം തൊലി കളഞ്ഞ് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുവാണ് കേട്ടോ. തൊലി ജസ്റ്റ് ഒന്ന് കളഞ്ഞോട്ടെ. ഞാൻ പിടിക്കാം. തൊലി കളയാൻ ഇച്ചിരി പാട. തൊലി കളഞ്ഞ വേഗം കളയാം, അല്ലെങ്കിൽ പിടിക്കാൻ. കറക്റ്റ് പാകാട്ടോ പഴുപ്പ്. നിങ്ങൾക്ക് കണ്ടാ അറിയാതെ, പിന്നെ കാണിക്കാൻ. നമുക്ക് തൊലി കളഞ്ഞാൽ പ്ലേറ്റിലേക്ക് മാറ്റട്ടെ കേട്ടോ. എന്നിട്ട് കാണിക്കാം. രണ്ടും കളഞ്ഞു. എന്താ അതിന്റെ ഒരു ടെക്സ്ചർ ഒക്കെ കണ്ട എന്ത് രസാന്ന് നോക്കിയേ. അത് എന്ത് ചെയ്താലും അടുപ്പിൽ ചുടാതെ അത് കിട്ടില്ല. അതെ, ഇത് അല്ലേ അതിന്റെ ഒരു പ്രത്യേക ഒരു ടെക്സ്ചർ കണ്ടോ. അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി ടെക്സ്ചറാണ്. ആ ഒരു മറ്റേ പുഴുങ്ങിയ ആ ഒരു ടെക്സ്ചർ അല്ല, അടുപ്പിൽ ചുട്ടതിന്റെ ആ ഒരു പ്രത്യേക സ്മെല്ലും അതിന്റെ ഒരു ടെക്സ്ചറും ഒക്കെ ചേർത്ത് ഒരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ അതിന്. അത് പറയാതിരിക്കാൻ വയ്യ. അടിപൊളിയാണ്. ഞാനൊരു മിനിറ്റ് അതിന്റെ നൂലൊന്ന് മാറ്റിക്കോട്ടെ. അടുപ്പിൽ കിടന്നത് കൊണ്ട് അതിന്റെ അത് കുഴപ്പമില്ല, അതവിടെ കിടന്നോട്ടെ. ഇനിയിപ്പൊ ഞാനിത് കഴിക്കാൻ പോവാണ്. ഇത് ജസ്റ്റ് ഞെട്ട് അത് മാറ്റി വെച്ചു. ഇനി ഫസ്റ്റ് ബൈറ്റ് ആണ്. എന്താ അടിപൊളിയാണ് സാധനം. പിടിച്ചേ, എടുത്തോ, ഞാൻ പിടിച്ചോളാം. അടിപൊളി. നല്ലൊരു പ്രത്യേക സ്മെല്ലാണ് ഇതിന്. അതാണ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്. തൊലി പൊളിക്കുമ്പോഴേ മണം വരും അല്ലേ അതിന്റേതായ. ഫസ്റ്റ് ബൈറ്റ് ഞാൻ കഴിച്ചു നോക്കട്ടെ. അടിപൊളി. ശരിക്കും വെന്തിട്ടുണ്ട്. നൊസ്റ്റാൾജിക് ടേസ്റ്റ് ആണ്. വെന്തിട്ടുണ്ട്, കരിഞ്ഞിട്ടില്ല. അതെ അതെ, കറക്റ്റ് പാകമാണ്. അതെന്താന്ന് വെച്ചാ കനലിന്റെ ഗുണാട്ടോ. കനല് ഒരുപാട് കനലിൽ ഇടരുതെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടാ. നല്ല രുചിയുണ്ട്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. നല്ല ബ്യൂട്ടിഫുൾ ടേസ്റ്റ് ആണ്. കനലിൽ ചുട്ടതിന്റെ ആ ഒരു സ്മെല്ലും ആ ഒരു ടേസ്റ്റും വളരെ മോഹിപ്പിക്കുന്ന ഒരു രുചിയും ടേസ്റ്റും ഒക്കെയാണ് ഇതിന്. രുചിയും സ്മെല്ലും ഒക്കെയാണ് ഇതിന്. പിന്നെ ചെറു ചൂടുണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കഴിക്കേണ്ടവർക്ക് അങ്ങനെ ചേർത്ത് കഴിക്കാം, അതിനും കുഴപ്പമില്ല. ഞാനിപ്പോ ഇവിടെ ബട്ടർ ഇട്ടില്ല, എനിക്ക് അതിനുള്ള ക്ഷമ ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് ചൂടാറിയ തൊലി കളയാൻ അല്ലെങ്കിൽ ഭയങ്കര പാടാ ചൂടോടുകൂടി. അതുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്യണത് കൊണ്ടും പ്ലേറ്റിൽ എടുക്കാനുള്ളതൊക്കെ കൊണ്ട് ഇച്ചിരി പാടായതുകൊണ്ട് ഞാൻ ഇച്ചിരി ചൂടാറിയതിന് ശേഷം തൊലി കളഞ്ഞത്. അല്ലെങ്കിൽ പിന്നെ വീഡിയോ പിടിക്കുമ്പോൾ അത് കറക്റ്റ് ആവൂല. അത് വെന്തിട്ടുണ്ട്, കറക്റ്റ് വേവ. അതുകൊണ്ടാണ്. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ മറ്റൊരു ബ്യൂട്ടിഫുൾ ഡിഷ് ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ബൈ ബൈ.